നമ്മുടെ ഷാസാം റെക്കമെൻഡ് ചെയ്ത് ബോളിവുഡിൽ റിലീസ് ചെയ്ത ഈ അടുത്ത കാലത്തെ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ് മൈതാൻ. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ബേസിക്കലി ചക് ദേ ഇന്ത്യക്ക് ശേഷം ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് സ്പോർട്സ് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ അജയ് ദേവ്ഗണിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് എടുത്ത് പറയേണ്ട സിനിമയാണ്. 1960s ആ സമയത്ത് ഫുട്ബോൾ കളിയാണ് അവർ പറയുന്നത്. അപ്പൊ ബ്ലാക്ക് കളർ ഫുട്ബോൾ അതൊക്കെയാണ്. സോ ബാക്കിയുള്ള എല്ലാ സ്പോർട്സ് മൂവിയിലും എങ്ങനെ പൊളിറ്റിക്സ് കാണിക്കാൻ വേണ്ടി കത്തിയും കൊണ്ട് കുത്തുക, വെടിവെക്കുക, അങ്ങനെ കുറെ മാലാങ്കൂത്തും കോപ്രായങ്ങളും ഒക്കെ ഇല്ല. ഇതിൽ അങ്ങനെയൊന്നുമില്ല. പറയേണ്ട പൊളിറ്റിക്സ് ക്ലിയർ കട്ടായിട്ട് അവർ പറയുന്നുണ്ട്. സോ നമുക്ക് ഫുട്ബോൾ ഒക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നി. ഷോർട്ട് പാസിങ്, വൺ ടച്ച് പാസ്, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഫുട്ബോൾ കളി കാണുന്ന ഒരു ക്യൂരിയോസിറ്റി നമുക്ക് തോന്നും. ആസ് യൂഷ്വൽ ബാക്കി എല്ലാ പടത്തിലും എങ്ങനെയാണ് ഈ ഹാഫ് ലൈൻ്റെ അവിടുന്ന് കയറ് കെട്ടി ബൈസിക്കിൾ കിക്ക് അടിക്കുക, അങ്ങനെയല്ല. നമുക്ക് കുറെ നാച്ചുറൽ ആയിട്ട് കുറെ സീൻസ് നമുക്ക് ഇതിൽ തോന്നും. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് പ്രിയാമണിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് പ്രിയാമണി എത്ര അടിപൊളി പെർഫോം ചെയ്താലും പ്രിയാമണിക്ക് അധികം സിനിമയിലൊന്നും കാണാറില്ല. ഇപ്പൊ ആൾ അഭിനയിക്കാത്താണോ അതേപോലെ തന്നെ ആൾ കിട്ടാത്താണോ എന്ന് എനിക്കറിയില്ല. കൊടുത്ത റോൾ ആസ് യൂഷ്വൽ 100% വൃത്തിയായി ചെയ്യുന്നുണ്ട് പ്രിയ.